ഹായ് ഫ്രണ്ട്സ്, വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡില് വിഷ്ണു വന്നിട്ട് പറയും, ഞങ്ങൾ വരുന്നത് കണ്ടിട്ടാ നീ സത്യയുടെ അച്ഛനെ ഒളിപ്പിച്ചു വെച്ചത്. അതിലെനിക്ക് യാതൊരു സംശയമില്ല. ശാലിനി പറയും, വിഷ്ണുവേട്ട ഞാനൊന്നും പറയട്ടെ. വിഷ്ണു പറയും, ഒന്നും പറയണ്ട. ഈ കുഞ്ഞിനെ പറ്റിക്കാൻ എന്ത് കള്ളക്കഥകൾ വേണമെങ്കിലും പറഞ്ഞോ, പക്ഷെ ഈ നുണക്കഥകളുമായിട്ട് എന്റെ അടുത്തേക്ക് വരരുത്. കാരണം ഞാൻ ഇപ്പൊ വെറുക്കുന്ന ചുരുക്കം ചിലരിൽ മുന്നിൽ നിൽക്കുന്ന ആള് നീയാണ്. അത് നീ നിന്റെ പ്രവൃത്തി കൊണ്ട് എന്റെ ഉള്ളിൽ ഉണ്ടാക്കിയതാ. ശാലിനി അങ്ങ് ഞെട്ടിപ്പോവും. അതിനി എന്റെ ഉള്ളിൽ നിന്ന് മാറില്ല, ഒരിക്കലും മാറില്ലടി. ഇങ്ങനെയൊക്കെ വിഷ്ണു ദേഷ്യത്തിൽ പറയുന്ന നിൽക്കുമ്പോ ഭാമയ്ക്ക് സന്തോഷമാവുന്നുണ്ട്. ഒരിക്കലും മാറില്ല എന്ന് കണ്ണിൽ നോക്കി പറഞ്ഞോണ്ട് വിഷ്ണു ഇടന്ന് പോകുമ്പോ, വിഷ്ണുട്ടാ എന്ന് വിളിച്ച് ശാലിനി പിന്നാലെ ചെല്ലാൻ നിൽക്കുമ്പോ, എങ്ങോട്ടടി എന്ന് പറഞ്ഞ് ഭാമ ശാലിനിയെ പിടിച്ചു വെക്ക. ഈ കള്ളനും പോലീസും കളി എവിടം വരെ പോകുന്ന നമുക്കൊന്ന് കാണാം. ശാലിനിക്ക് നല്ല സങ്കടമുണ്ട്. ഭാമറും, എടി നീ ഇപ്പൊ വിജയിക്കായിരിക്കും, അതിന്റെ ഒരു സന്തോഷം നിന്റെ മുഖത്ത് കാണുന്നുണ്ട്. പക്ഷെ എന്നെ എന്റെ മകനെ വേദനിപ്പിച്ചതിന് സർവേശ്വരന്റെ കയ്യിൽ നിന്ന് നിനക്ക് ശിക്ഷ ഉറപ്പാ. അന്ന് നീ കരയും, പൊട്ടി പൊട്ടി കരയും. അത് ഞാൻ കാണും. ഈശ്വരനത് എന്നെ കൊണ്ട് കാണിക്കും. ഉറപ്പിച്ചു വെച്ചോ, നീ നിനക്കുള്ള കുഴി നീ തന്നെ കുഴിച്ചു വെക്കുന്നുണ്ട് എന്ന് പറഞ്ഞ സത്യയെ നോക്കി ഭാമ അവിടുന്ന് പോവാണേ. വിഷ്ണു സങ്കടത്തോടു കൂടി കാറിലിങ്ങനെ നിൽക്കുക. അങ്ങനെ അവരവിടുന്ന് പോകും. ശാലിനി ഇങ്ങനെ നിന്ന് സങ്കടത്തിൽ കരയുന്നാണുമ്പോ സത്യക്കും, എന്താ അമ്മേ, എന്തിനാ സത്യമ്മയും ബിഗ് ഫ്രണ്ടും അമ്മയെ വഴക്ക് പറഞ്ഞത്? അല്ല, ഞാനും അച്ഛയും ഇവിടെ ഉണ്ടെന്ന് അമ്മയോട് ആര് പറഞ്ഞു? അമ്മ എങ്ങനെ ഇവിടെ എത്തി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ ശാലിനി സത്യം ഇങ്ങനെ നോക്കും. ശേഷം മറ്റൊരു കാര്യം ആലോചിക്കുക. അതായത് നേരത്തെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ സത്യം ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നുണ്ടല്ലോ. അപ്പോ അച്ഛനായിട്ട് വരുമ്പോ ശാലിനി ചോദിക്കുന്നുണ്ട്, മോൾ ആരെയാ നോക്കുന്നത്? ബിഗ് ഫ്രണ്ടിനെ. ശാലിനിക്കും, ബിഗ് ഫ്രണ്ടിനെയോ? സത്യം പറയും, ആ വിഷ്ണു അച്ഛനില്ലേ, വിഷ്ണു അച്ഛനെ ഞാൻ വിളിക്കുന്നത് ബിഗ് ഫ്രണ്ട് എന്നാ. അച്ഛനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് ബിഗ് ഫ്രണ്ടിനോട് ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോ ശാലിനി ഞെട്ടിപ്പോവും. വിഷ്ണുവേട്ടൻ ഇവിടെ വന്നാല് എനിക്ക് വിഷ്ണുവേട്ടന്റെ മുന്നില് ഈ വേഷം ഇട്ട് പിടിച്ചു നിൽക്കാനാവില്ല. സത്യക്ക് മുന്നിൽ വെച്ച് എനിക്ക് ചിലപ്പോ സത്യങ്ങൾ പറയേണ്ടി വരും. അത് സത്യയുടെ കൊച്ചു മനസ്സിനെ വല്ലാതെ ബാധിക്കും. എങ്ങനെയെങ്കിലും വിഷ്ണുവേട്ടൻ വരുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് ഇറങ്ങണം. എനിക്ക് മറ്റെന്തെങ്കിലും മാർഗം കാണണം. എന്താ ഇപ്പൊ ചെയ്യാ എന്നിങ്ങനെ ആലോചിക്ക. സത്യക്കും അച്ഛനെന്താ ആലോചിക്കുന്നത്? ശാലിനി പറയും, മോള് കഴിക്കേ, അച്ഛൻ അർജന്റായിട്ടൊരു കോൾ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞു പോവാ. ശേഷം അനുപല്ലവിയെ വിളിച്ച് അങ്ങോട്ട് വരാൻ പറയണേ. അങ്ങനെ അല്പസമയം കഴിയുമ്പോ അനുപല്ലവി അങ്ങോട്ട് വരും. ഒരു സ്കൂട്ടിയിലെ ഡ്രസ്സായിട്ടാ വരുന്നത്. അങ്ങനെ അത് ശാലിനിക്ക് കൊടുക്കുമ്പോ അത് വാങ്ങിച്ച് ശാലിനി വാഷ്റൂമിലേക്ക് പോവാണ്. അങ്ങനെയാണ് ശാലിനി വേഷം മാറി അവിടെ നിന്നതെന്ന് ഇങ്ങനെ ആലോചിക്കുക. ഈശ്വര, ഈ പ്രശ്നത്തിന് ഇനി എന്ത് പരിഹാരം കാണുക? എന്ത് പറഞ്ഞിട്ടാ വിഷ്ണുവിനെയും സത്യമേയും ഞാൻ മനസ്സിലാക്കുക എന്നൊക്കെ ഇങ്ങനെ പറയാ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ശാരദാമ്മയുടെ വീട്ടിലാണ്. ശാരദാമ്മ ടെൻഷനോട് കൂടി ഇങ്ങനെ നിൽക്കുക, ഇവരെ കാണാത്തത് കൊണ്ട്. ശേഷം ഫോൺ എടുത്ത് വിളിക്കാൻ തുടങ്ങുമ്പോ ശാലിനി അങ്ങോട്ട് കാറിൽ വരികയാണ്. ശാലിനിയെ വേഷത്തിൽ കാണുമ്പോ ശാരദാമ്മ ഞെട്ടുന്നുണ്ട്. സത്യം ഓടി ചെല്ലും. ശാരദാമ്മ വേഗം പുറത്തേക്ക് ഇറങ്ങുക. എന്നിട്ട് ചോദിക്കും, അല്ല ഇത് പോയതുപോലെ അല്ലല്ലോ തിരിച്ചു വരുന്നത്, ഇതെന്താ ബൈക്ക് മാറ്റി കാറാക്കിയോ? ശാലിനി പറയും, ആക്കേണ്ടി വന്നു, കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയാമേ, തലനാഴ ഇറക്കിയാ ഒന്ന് രക്ഷപ്പെട്ടത് എന്ന് പറഞ്ഞ് ശാലിനി അവിടുന്ന് പോകും. ശാരദാമ്മയ്ക്കും സത്യയുടെ എങ്ങനെ ഉണ്ടായിരുന്നു അച്ഛന്റെ കൂടെ? അപ്പൊ സത്യ പറയും, റെസ്റ്റോറന്റിലേക്ക് കൊണ്ടുപോയത് അച്ഛനാണെങ്കിലും തിരിച്ചു കൊണ്ടുവന്നത് അമ്മയാണെന്ന് മാത്രം. ശാരദാമ്മ പറയും, എന്തായാലും അച്ഛനായിട്ട് ഭക്ഷണം കഴിക്കണം എന്നുള്ള മോഹം നടന്നല്ലോ, ഇനി അതിന്റെ പേരിൽ വാശി കാണിക്കില്ലല്ലോ? ഇല്ല. ശാരദാമ്മയ്ക്കും ഇനി അച്ഛനെ ജോലി ചെയ്യാൻ സമ്മതിക്കാതെ എപ്പോഴെപ്പോഴും വരണമെന്ന് വാശി കാണിക്കോ? സത്യം പറയും, അതും ഇല്ല. ശരി, എന്നാ പിന്നെ എഴുതാനുള്ളത് എന്താന്ന് വെച്ചപ്പോ എഴുതിക്കോ, അല്ലാതെ ഇവിടെ ഇങ്ങനെ തിരിഞ്ഞു നടന്ന് ഹോംവർക്ക് ചെയ്യാത്തതിലെ ടീച്ചറുടെ കയ്യിൽ നിന്ന് വഴക്ക് കേൾക്കണ്ട, ചെല്ലേ എന്ന് പറയുമ്പോ സത്യം ഇടുന്ന് പോവാണേ. ശാരദാമ്മ ഇങ്ങനെ നിന്ന് ആലോചിക്കുക, എന്താ സംഭവിച്ചതെന്ന്. ശേഷം അകത്തേക്ക് പോവും. അപ്പോഴുണ്ടാവും ശാലിനി അങ്ങോട്ട് വരുന്നേ. ശാരദാമ്മയ്ക്കും എന്താടി ഉണ്ടായത്? റെസ്റ്റോറന്റിലേക്ക് വിഷ്ണുവേട്ടനും സത്യാമ്മയും എത്തിയമ്മേ. അച്ഛനെ ബിഗ് ഫ്രണ്ടിനെ പരിചയപ്പെടുത്താൻ വേണ്ടി സത്യ വിളിച്ചു വരുത്തിയതാ. എന്നിട്ട് ശാലിനി പറയും, എന്നിട്ടെന്താ, ഈശ്വരാനുഗ്രഹവും ആ അനുവിന്റെ സഹായവും കൊണ്ട് വലിയ പരിക്കുകളൊന്നും ഇല്ലാതെ രക്ഷപ്പെട്ടു എന്ന് പറയാം. സത്യയുടെ മുന്നിൽ വെച്ച് ആ രൂപത്തിൽ വിഷ്ണുവേട്ടൻ എന്നെ കണ്ടാൽ ഞാനിപ്പോ ഏത് വേഷത്തിൽ വന്നാലും വിഷ്ണുവേട്ടൻ എന്നെ തിരിച്ചറിയാൻ പറ്റില്ലേ? അവിടെ കള്ളങ്ങൾ പൊളിഞ്ഞാല് സത്യക്ക് മനസ്സിലാവില്ലേ നമ്മളെല്ലാവരും കൂടെ അവളെ പറ്റിക്കുവാണെന്ന്? ആ കൊച്ചു മനസ്സിനത് താങ്ങാൻ പറ്റിയില്ലെങ്കിലോ? പിന്നെ അത് നമ്മൾ തന്നെ കാണണം. അച്ഛനെ കാണാതെ ഭക്ഷണം കഴിക്കാതെ വാശി പിടിച്ച് കിടന്നതൊക്കെ അമ്മയ്ക്ക് അറിയാലോ. ഇപ്പൊ ആ മനസ്സ് ശാന്തായിരിക്കുന്നത് അച്ഛനെന്നാള് അവൾക്കുണ്ടെന്ന് മനസ്സിലായപ്പോഴാ. അതിപ്പോ അങ്ങനെ തന്നെ പോട്ടെ. കവികള് പറയുന്നത് പോലെ ജീവിതമാവുന്ന നൗക കാറ്റത്തും മഴയത്തും ആടി ആടി എവിടെയെങ്കിലും ചെന്ന് നിക്കട്ടെ, അതുവരെ ഇങ്ങനെയൊക്കെ അങ്ങ് പോകാം എന്ന് പറഞ്ഞ് ശാലിനി പോകാൻ തുടങ്ങുമ്പോ, മോളെ ഈ പോക്കിന് ഒരവസാനം വേണ്ടേ? അത് മോള് ചിന്തിച്ചിട്ടുണ്ടോ? ശാലിനി പറയും, ഇപ്പൊ എന്റെ മുന്നിലെ എന്റെ കുഞ്ഞിന്റെ സന്തോഷം മാത്രമേ ഉള്ളൂ അമ്മേ.
അതിനപ്പുറത്തേക്ക് ഞാൻ ഒന്നും ചിന്തിക്കുന്നില്ല. ഈ സമയം ഒരു ഓട്ടോറിക്ഷ അങ്ങോട്ട് വരുന്നുണ്ട്. നോക്കുമ്പോ ശ്യാമയും പപ്പിയും കൂടെ വരുന്നേ. അപ്പോഴേക്ക് സത്യയും വരും. ആയി പപ്പി. അപ്പോഴേക്ക് സത്യ എന്ന് വിളിച്ച് പപ്പിയും രണ്ടുപേരും ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുക. അങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കും. പപ്പി, ഞാൻ പപ്പിയുടെ കാര്യം ഇപ്പൊ ആലോചിച്ചതേ ഉള്ളൂ. ഹോംവർക്ക് ചെയ്യാൻ പോയിട്ടുണ്ടാവല്ലേ? സത്യ പറയും, അത് മാത്രല്ല വേറെയും കാര്യങ്ങളുണ്ട്, ഇങ്ങ് വന്നേ പറയാം എന്ന് പറഞ്ഞ് അവിടുന്ന് അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവാ. അങ്ങനെ ശ്യാമ അകത്തേക്ക് കയറി വന്നിട്ട് വയ്ക്കും, എന്തൊക്കെയാ കുഞ്ഞച്ചി ഇവിടെ നടക്കുന്നത്? സത്യയുടെ അച്ഛനായിട്ട് വന്നത് ആരാ? സത്യമ്മയുടെ ചോദ്യത്തിന് മുന്നില് എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ഞാൻ ഈ വീട്ടിലല്ലെന്ന് അവർ ചോദിക്കുന്നത്. ശാലിനി അപ്പോഴേക്ക് വിഷയം മാറ്റും. ഷമേ, എനിക്ക് അത്യാവശ്യമായിട്ട് ഓഫീസ് വരെ പോണം, നീ അമ്മയായിട്ട് സംസാരിച്ചിരിക്കും, പപ്പിമോളെ വിളിച്ച് നീ അവൾക്ക് എന്തെങ്കിലുമൊക്കെ എടുത്തു കൊടുക്ക് എന്ന് പറഞ്ഞ് ശാലിനി വേഗം അവിടുന്ന് പോകാൻ തുടങ്ങണേ. കുഞ്ഞച്ചിന്ന് വിളിച്ച് പിന്നാലെ ചെന്ന് ശാലിനിയെ പിടിച്ചു വെക്ക. ഞാൻ ചോദിച്ചതിന് കുഞ്ഞച്ചി മറുപടി പറഞ്ഞില്ല. പറ കുഞ്ഞച്ചി, സത്യയുടെ അച്ഛനായിട്ട് വന്നതാരാ? ശാലിനി പറയും, ശ്യാമേ, എല്ലാം ഞാൻ വിശദമായിട്ട് പറയാം, പക്ഷെ ഇപ്പൊ ഒന്നിനും സമയമില്ല. രാമേട്ടാ, വണ്ടി എടുത്തോളൂ എന്ന് പറഞ്ഞ് ശാരദാമ്മയെ നോക്കി ശാലിനി വേഗം അവിടുന്ന് കാറിൽ കയറി പോവാണ്. ശാലിനി പോയി കഴിഞ്ഞാൽ ശ്യാമ ശാരദാമ്മയെ നോക്കി അടുത്തേക്ക് ചെല്ലും. പറയമ്മേ, അതാരാ സ്കൂളിലേക്ക് വന്നത്? അതിന്റെ പേരിൽ അവിടെ വലിയ വഴക്ക് തന്നെ നടന്നു. നമ്മളെ കുടുംബക്കാരെ അടക്കം സത്യമ്മ പറഞ്ഞ ചീത്തയ്ക്ക് കയ്യും കണക്കുമില്ല. ഈ ഒരു പ്രശ്നം കാരണം വിഷ്ണുവിനും സത്യമ്മയുടെ കൂടെയാ. ശാരദാമ്മ പറയും, നീ ശാലിനിയോട് തന്നെ ചോദിക്കേ, അല്ലാതെ എനിക്കൊന്നും പറയാനില്ല. അമ്മേ എന്ന് വിളിച്ച് സംസാരിക്കുമ്പോഴേക്കും ശ്യാമയുടെ ഫോണിലേക്ക് സത്യഭാമ വിളിക്കാം. അയ്യോ, സത്യമ്മ വിളിക്കുന്നു. അവര് പുറത്തു പോയ തക്കത്തിന് ഞങ്ങൾ ഇറങ്ങിയതാ, ഇപ്പൊ വന്നു കാണും. ശേഷം പപ്പി മോളെ, നീ ഇങ്ങ് വന്നേ, നമുക്ക് പോവാം. അപ്പോ ശാരദാമ്മ പറയും, നീ ഫോൺ എടുക്കുക, എന്നിട്ട് പുറത്തു വല്ലതും ആണെന്ന് പറയേ, ഇപ്പൊ തന്നെ എത്തുന്നു പറ. ഇനി വിളിച്ചിട്ട് ഫോൺ എടുത്തില്ലെന്ന് പറഞ്ഞാൽ ആ ഒരു വഴക്ക് വേണ്ട. അങ്ങനെ ശ്യാമ ഫോൺ എടുക്കും. ശ്യാമ, നീ ഇതെവിടെയാ? ഞാൻ പുറത്ത് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വന്നതാ. സത്യമേ, എന്ത് സാധനങ്ങള്? അത് പിന്നെ പപ്പിക്ക് ബുക്കും മറ്റും വാങ്ങിക്കാൻ വന്നതാ. ബാമർ, എനിക്ക് പെട്ടെന്ന് വാങ്ങിച്ചോണ്ട് വാ. ശരി എന്ന് പറഞ്ഞാൽ കോള് കെട്ടുക. അങ്ങനെ ശ്യാമ പപ്പിയെ വിളിക്കണേ. വരുമ്പോ പപ്പിക്കും, എന്താമ്മേ, വാ മോളെ നമുക്ക് പോവാം. പപ്പിക്കും, ഇപ്പൊ തന്നെ പോണോ? ഇത്ര പെട്ടെന്നോ? കുറച്ച് കഴിഞ്ഞിട്ട് പോവാമ്മേ. ഡേ, സത്യാമ്മ അവിടെ തിരക്കുന്നുണ്ട്, വായിക്കുക വഴക്ക് കേൾക്കും, വാ എന്ന് പറഞ്ഞ് പപ്പിയെ വിളിക്കുക. സത്യയും പപ്പിയും ടാറ്റൊക്കെ പറഞ്ഞാ പോകുന്നത്. അവര് പോയി കഴിഞ്ഞാ സത്യ പറയും, ശാരദമ്മേ, പപ്പിയെ കൊണ്ട് ഞാൻ ഹോംവർക്ക് ചെയ്യിക്കായിരുന്നു, അപ്പോഴേക്ക് വിളിച്ചു. അങ്ങനെ സത്യ ഇതും പറഞ്ഞായിരുന്നു പോവും. ശേഷം ശാരദാമ്മ ശാലിനിയെ വിളിച്ച് സത്യാമ്മ വിളിച്ചിട്ട് ശ്യാമ പോയി എന്ന് പറയും. അവിടെ സത്യയുടെ സ്കൂളിലേക്ക് സത്യയുടെ അച്ഛൻ വന്നതിനെ കുറിച്ച് പറഞ്ഞ് വലിയ വഴക്കുണ്ടായെന്നാ ശ്യാമ പറഞ്ഞത്. വിഷ്ണു വരെ നിനക്കെതിരെ തിരിഞ്ഞിരിക്കുന്നെന്നാ അവള് പറയുന്നത്. ശ്യാമ പറയും, അവളുടെ ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയാത്തത് കൊണ്ട് അമ്മേ ഞാൻ ധൃതി പിടിച്ചു പോന്നത്. അവള് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ എന്ത് മറുപടി അമ്മയെ കൊടുക്കുക? സത്യം പറയാൻ പറ്റുമോ? പപ്പിയും സത്യവും അവിടെ ഇല്ലേ? ശാരദാമ്മ പറയും, എത്ര നാളായി ഇങ്ങനെ മൂടി വെക്കുക? എടി, ശ്യാമയുടെ അടുത്തെങ്കിലും ഒന്നും പറയണ്ടേ? ശാലിനി വരും, വരട്ടെ, കാര്യങ്ങൾ എങ്ങനെയൊക്കെയാ പോകുന്നതെന്ന് നോക്കട്ടെ, എന്നിട്ട് ശ്യാമയോട് പറയാം എന്ന് പറഞ്ഞ് ആ കോള് കെട്ടുക. അങ്ങനെ ശാലിനി ഓഫീസിലേക്ക് പോവാ. ശാരദാമ്മ അവിടെ ഇങ്ങനെ വിഷമത്തോടെ കൂടി ഇരിക്കുകയാണ്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് സത്യഭാമയുടെ വീട്ടിലാണ്. വിഷ്ണു ഒരുങ്ങി താഴേക്ക് വരികയാണ്. ഭാമ ചായ കൊണ്ടുവന്ന് രാഘവൻ നായർക്ക് കൊടുക്കും. വിഷ്ണു പോകാൻ തുടങ്ങുമ്പോ വിഷ്ണുനോട് വയ്ക്കുമ്പോ വിഷ്ണു പറയും, ഞാൻ പുറത്തേക്ക് പോവാ. ഭാമറി, നിന്നെ, നീ ഇപ്പൊ പുറത്തു പോയാലെങ്ങനെയാ? ഉപേന്ദ്രൻ വക്കീലിനെ കൂട്ടി ഇപ്പൊ ഇങ്ങോട്ട് വരുന്നാ പറഞ്ഞത്. എന്തൊക്കെയോ ഡോക്യുമെന്റില് നമ്മളെല്ലാവരും ഒപ്പിടണമെന്ന്. വിഷ്ണുക്കും, അല്ല ഞാനെന്തിനും ഒപ്പിടുന്നേ? രാഘവേട്ടൻ പറയും, പിന്നെ വേണ്ടേ? അപ്പോഴേക്ക് ശ്യാമയും രോഹിത്തും കൂടെ കിച്ചണിൽ വരികയാണ്. സർക്കാരിലേക്ക് നമ്മുടെ വീടിന്റെയും പറമ്പിന്റെയും ആധാരം രജിസ്റ്റർ ചെയ്ത് കൊടുക്കല്ലേ, അപ്പൊ പിന്നെ എന്റെ അവകാശം എന്നുള്ള നിലയിൽ നീ ഒപ്പിടണം. പിന്നീട് ഞാനായിട്ട് എടുത്ത തീരുമാനമാണെന്ന് ആരും പറയത്തില്ലല്ലോ. ഭാമറും രാഘവേട്ടൻ ഇപ്പോഴും ഉപേന്ദ്രനെ ശത്രുപക്ഷത്താ കാണുന്നത്. ഒന്നോർത്താൽ അവൻ ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? മലേഷ്യയിൽ ഇട്ടുമൂടാനുള്ള സ്വത്തുണ്ടവന്. പിന്നെ ഇവിടെ ബിസിനസ് തുടങ്ങുന്നത് എന്തിനാന്ന് വെച്ചാ സ്വന്തം നാട്ടിൽ എന്തെങ്കിലുമൊക്കെ തുടങ്ങിയിട്ട് ഇവിടെ ഒന്നും വന്നു പോവാൻ. അതിപ്പോ ഏതും മറുനാടൻ മലയാളിക്കും അങ്ങനെ ഒരു ഇഷ്ടം കാണും. അല്ലെങ്കിൽ തന്നെ നമ്മളെ ചതിച്ചിട്ട് അവനെന്ത് കിട്ടാനാ? രാഘവേട്ടൻ പറയും, അവനല്ലെങ്കിലും പണ്ടേ ഇങ്ങനെ തന്നെയാ, എന്ത് ചെയ്താലും അവനെന്തെങ്കിലും ചെയ്താൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എനിക്കാ. ഉരുളി വരെ കട്ട ചരിത്രമുണ്ട്, എന്നിട്ട് അടി കിട്ടിയത് എനിക്കും. വിഷ്ണു പറയും, ഹോ, അപ്പൊ പുള്ളി വലിയ കേമനായിരുന്നു. രാഘവേട്ടൻ പറയും, കേമനായിരുന്നോന്നോ? 1ാം ക്ലാസ്സിൽ ചേർത്തപ്പം മുതലേ സ്ലേറ്റ് പെൻസിൽ തുടങ്ങിയ കളവാ. അത് കഴിഞ്ഞ് നാട് വിടേണ്ട അവസ്ഥ വരെ എത്തി. പിന്നെ പണവും പ്രതാപവും വന്നു കഴിഞ്ഞുള്ള അവസ്ഥ അതെനിക്കറിയത്തില്ല. രോഹിത് പറയും, ഇന്ന് കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുണ്ട് ചിറ്റപ്പന്. ഞാൻ അച്ഛൻ പറയുന്നത് കേട്ട് മലേഷ്യയിലെ സ്വത്ത് വിവരങ്ങളൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് ചെക്ക് ചെയ്തു. ഉള്ളതാണെന്നേ 1-2 പെട്രോൾ പമ്പും റിസോർട്ടും ഫർണിച്ചർ ബിസിനസ് ഒക്കെ ആയിട്ട് മലേഷ്യയിലെ നല്ലൊരു ബിസിനസ്സുകാരനായ മലയാളിയാ ചിറ്റപ്പൻ. ഇതൊന്ന് പച്ച പിടിച്ചു കഴിഞ്ഞാൽ മലേഷ്യയിലേക്ക് വിട്ടാലോ എന്നുള്ളൊരു ആലോചന എനിക്കില്ലാതില്ല. ഇത് കേൾക്കുമ്പോ ശ്യാമയും എല്ലാരും ഞെട്ടിപ്പോകും.
അല്ല അതിനുള്ള വകുപ്പ് ചിറ്റപ്പൻ ഉണ്ടാക്കി തരും. ബാമറി ഡാ, നമ്മുടെ വീടും പറമ്പും വെച്ചിട്ടാ നമ്മൾ ഈ ബിസിനസ് തുടങ്ങാൻ പോകുന്നത്. നീ ഇതെങ്ങാനും വിട്ടിട്ട് അങ്ങോട്ടെങ്ങാനും പോയാ പിന്നെ ഇവിടുത്തെ അവസ്ഥ എന്താവും? രോഹിത് പറയും അതിനെ എന്നും നമ്മുടെ ആധാരം സർക്കാരിന്റെ കയ്യിൽ നിൽക്കത്തില്ല. കരാറ് കഴിയുമ്പോ നമ്മളത് തിരിച്ചെടുക്കത്തില്ലേ? ആദ്യത്തെ മരം മുറിക്കല് തന്നെ നമ്മൾ മുടക്കുന്ന തുകയുടെ 6 ഇരട്ടിയാ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നതേ. അത് തന്നെ മതി നമ്മളെ ലൈഫ് തന്നെ മാറ്റിമറിക്കാൻ. ബാമയ്ക്ക് നല്ല സന്തോഷമാവുന്നുണ്ട്. എന്നാ വിഷ്ണുവിനും രാഘവേട്ടനൊന്നും അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോ ശ്യാം പറയും എനിക്ക് വലിയ വലിയ കണക്കുകള് കേൾക്കുന്നത് തന്നെ പേടിയാ. രോഹിത് ഉപേന്ദ്രൻ ചിറ്റപ്പനുമായിട്ട് ഇത് തുടങ്ങുന്നത് തന്നെ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ എല്ലാവരും കൂടെ പറഞ്ഞോണ്ടാ ഞാൻ സമ്മതിച്ചത്. വിഷ്ണു പറയും എടാ രോഹിത്തെ, അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ നീ എല്ലാം കണ്ണടച്ചങ്ങ് വിശ്വസിക്കണ്ട. ബാബ നോക്കുമ്പോ പറയും അമ്മയോടും കൂടിയാ. രാഘവേട്ടൻ പറയും അതെ, ഞാൻ അപ്പ പറഞ്ഞത് തന്നെ എപ്പോഴും പറയുന്നത്. എന്റെ അനിയനാണെന്നുള്ള രീതിയിൽ നിങ്ങൾ ആരും ഒരു തീരുമാനം എടുക്കണ്ട. കൃത്യമായിട്ട് ആലോചിച്ച് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയാൽ മതി. അതിലിപ്പോ 1-2 ദിവസത്തെ താമസം എടുത്താലും കുഴപ്പമൊന്നുമില്ല. ബാമറെ എന്നാ പിന്നെ ഈ ബിസിനസ് ആയിട്ട് ആ വഴിക്ക് പോകാൻ നിൽക്കണ്ട. കരാറും കൊണ്ട് കാശും സ്വാധീനമുള്ളവരങ്ങ് പോകും. ആ ദാസിന്റെ ഒറ്റ ഉറപ്പിലാ നമുക്കിതിപ്പോ കിട്ടിയിരിക്കുന്നത്. എങ്ങനെയെങ്കിലും ഏതെങ്കിലും വിധേനെ ഇതങ്ങ് തട്ടിക്കൂട്ടി എടുക്കാന്ന് വിചാരിച്ചപ്പോ അതിൽ പിന്നെ ഇടംകൂലിടാൻ വരുവാ. രാഘവേട്ട ഒരു കുഴപ്പമുണ്ടായില്ല. ഈ സംശയങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കി എന്റെ കൂടെ ഒന്ന് നിന്ന് തന്നാ മാത്രം മതി. രാഘവേട്ടൻ അപ്പോഴും സമ്മതമൊന്നുമില്ല. എങ്കിലും പറയും ഇനി ഞാനൊന്നും പറയുന്നില്ല. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോഴേക്കും ചിറ്റപ്പന് കാറിലങ്ങോട്ട് വരികയാണ്. വക്കീലിനെ കൂട്ടിയാ വരവ്. വിഷ്ണുവിന് ഇപ്പോഴും ഒരു താല്പര്യമില്ല. എല്ലാരും ഇങ്ങനെ പുറത്തേക്ക് നോക്കി നിൽക്കുന്നതൊക്കെ കാണിച്ചുകൊണ്ടാ ഈ ഭാഗം കഴിയുന്നത്. അങ്ങനെ പ്രമോല് കാണിക്കുന്നത് ഏട്ടൻ ഇപ്പോഴും എന്നെ അങ്ങോട്ട് വിശ്വാസമായിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അതിനുശേഷം സോപ്പ് ഇട്ടിട്ട് ആ വക്കീലിനെ കൊണ്ട് ആധാരത്തില് ഒപ്പിടിപ്പിക്കാൻ നോക്കണേ. രാഘവന്മാരും ഒട്ടും താല്പര്യമില്ലാണ്ടിങ്ങനെ ഇരിക്കുമ്പോ നിർബന്ധിച്ച് അതിൽ ഒപ്പിടിക്കാനായിട്ട് പേനയൊക്കെ കൊടുക്കുന്നുണ്ട്. ഒപ്പിട്ടോ ഇല്ലെന്നൊന്നും അറിയില്ല. എന്തായാലും ഒപ്പിട്ടിട്ടുണ്ടാവാനാണ് ചാൻസ്. അവിടുന്ന് പോകാൻ നേരത്തെ വിഷ്ണു നിന്നെ കൂടെ മുന്നിൽ കണ്ടിട്ടാ ഞാൻ ഈ ബിസിനസ് തുടങ്ങിയിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ശേഷം പിന്നീട് പുറത്തിറങ്ങിക്കഴിഞ്ഞാ രോഹിത്തുമായിട്ട് ഷേക്കാൻ്റെ ഒക്കെ കൊടുത്ത് അവര് പിരിയാ. അപ്പൊ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന ഭാഗത്ത് കുടുംബശ്രീ വീട്ടിലേക്ക് ശാന്തേച്ചി പുതിയൊരാളെ കൊണ്ടുവന്നിരിക്കുക. പിന്നീട് കാണിക്കുന്ന ഭാഗത്ത് രാഘവേട്ടൻ ബാമയോട് പറയും ബാക്കിയുണ്ടെങ്കിൽ ഇനിയാ നീ വെള്ളം കുടിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് വിഷ്ണുവിനെ ദയനീയായി നോക്കിയിട്ട് അവിടുന്ന് പോകുന്നത്. വിഷ്ണുവിനും നല്ല വിഷമമുണ്ട്. അത്രയും സ്വത്തുവകകള് സർക്കാരിനായിട്ട് എഴുതി കൊടുത്തിരിക്കല്ലേ. പിന്നീട് കാണിക്കുന്ന ഭാഗത്ത് ശാലിനി വിഷ്ണുവിനെ ഫോണിൽ വിളിക്കാണ്. വിഷ്ണുവേട്ടാ എനിക്കൊന്നും സംസാരിക്കണം. വിഷ്ണു പറയും എനിക്കൊന്നും കേൾക്കണ്ട. ശാലിനി പറയും വിഷ്ണുവേട്ടൻ കേൾക്കണം. സംഭവിച്ചത് എന്താണെന്ന് വിഷ്ണുവേട്ടൻ അറിയണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കാണിച്ചിട്ടാ ഈ ഭാഗം കഴിയുന്നത്. വിഷ്ണു അത് കേൾക്കാൻ നിൽക്കോ ഇല്ലയോന്നൊന്നും അറിയില്ല. എന്തായാലും ഫോൺ വിളിച്ചവര് സംസാരിക്കുന്നുണ്ട്. അപ്പോ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്